മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, മരണം 14. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോടിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 14. ചികിത്സയിലായിരുന്ന പാലക്കാട് പട്ടാമ്പി മുതുതല കോഴിക്കോട്ടിരി സ്വദേശി കുളിക്കുന്ന വീട്ടിൽ പ്രവീണാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ 90% പൊള്ളലേറ്റ് പ്രവീൺ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയുമാണ് അനുവദിക്കുക. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും അനുവദിക്കും. അപകടത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനും ബുധനാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനായി തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവ പൂർണ്ണസജ്ജം. നാളെയാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടമാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടം 29-നാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുമെന്നും തമിഴ്നാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അർച്ചന പട്നായിക് അറിയിച്ചു. 35,133 കേന്ദ്രങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന 75,064 പോളിംഗ് സ്റ്റേഷനുകളിലായി 5.67 കോടി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 5,049 ബൂത്തുകൾ അതീവ ജാഗ്രത വേണ്ടവയായി കണ്ടെത്തിയിട്ടുണ്ട്. 16 ജില്ലകളിലായി 152 സീറ്റുകളിലാണ് പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ്. 44,376 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലും BJP തമ്മിത്തല്ല് രൂക്ഷമായി. മഞ്ചേശ്വരം മണ്ഡലം അവലോകന യോഗത്തിൽ ML അശ്വിനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. SIR-ൽ ജില്ലാ നേതൃത്വം ജാഗ്രത പാലിച്ചില്ലെന്നും ചുമതലയുണ്ടായിട്ടും വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനം മണ്ഡലത്തിൽ ഏകോപിപ്പിച്ചില്ലെന്നുമാണ് അശ്വിനിക്കെതിരെയുള്ള വിമർശനം. ആദ്യഘട്ടത്തിൽ ചേർത്തത് 1000-ൽ താഴെ വോട്ടുകൾ മാത്രമാണെന്നും 4000-ഓളം വോട്ട് ചേർത്തത് K സുരേന്ദ്രൻ മണ്ഡലത്തിൽ എത്തിയതിനു ശേഷമെന്നും ഒരു വിഭാഗം പറയുന്നു. അശ്വിനിയുടെ മകന്റെ വോട്ട് പോലും ചേർത്തില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 2 കപ്പലുകൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തു. ബുധനാഴ്ച രാവിലെയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് കപ്പലുകൾ പിടികൂടി ഇറാൻ തീരത്തേക്ക് മാറ്റിയത്. പിടിച്ചെടുത്തവയിൽ MSC ഫ്രാൻസിസ്ക എന്ന കപ്പൽ ഇസ്രായേലിൻ്റെതാണെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. എപ്പാമിനോണ്ടസ് എന്ന രണ്ടാമത്തെ കപ്പൽ നാവിഗേഷൻ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തി സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയതായും ഇറാൻ ആരോപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ 20 നഗരങ്ങളുടെ പട്ടികയിൽ 19 എണ്ണവും ഇന്ത്യയിൽ. പശ്ചിമ ബംഗാളിലെ മേദിനിപൂരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. പട്ടികയിലെ ആദ്യ 7 സ്ഥാനങ്ങളും പശ്ചിമ ബംഗാളിലെ നഗരങ്ങളാണ്. ഛത്തീസ്ഗഡിലെ ബിലായ്പൂർ, ഒഡീഷയിലെ ഭദ്രത് എന്നിവയാണ് 8ഉം 9ഉം സ്ഥാനങ്ങളിൽ. നേപ്പാളിലെ ലുംബിനി മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ച ഏക വിദേശ നഗരം. മലയാളത്തിലെ വമ്പൻ താരനിര അണിനിരക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് സെൻസർ കുരുക്കിൽ. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന് പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരിനോട് സാമ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡിന്റെ നടപടി. റീ എഡിറ്റിംഗിലൂടെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയ ശേഷമായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ് എന്ന സവിശേഷത കൂടി ഉണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഹിമാചൽ പ്രദേശ് സർക്കാർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഹുവിന്റെ ശമ്പളത്തിൽ 50%വും മന്ത്രിമാരുടേതിൽ 30%വുമാണ് കുറവ് വരുത്തിയത്. MLA-മാരുടെ ശമ്പളത്തിൽ 20% വെട്ടിക്കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ജനപ്രതിനിധികൾക്ക് പുറമെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നിയന്ത്രണം ബാധകമാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കിയത് സംസ്ഥാനം നേരിടുന്ന 8,000 കോടി രൂപയുടെ ഭീമമായ നഷ്ടം പരിഹരിക്കാനാണ് ഈ കടുത്ത നടപടി. നിലവിൽ 6 മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ക്ഷേത്രത്തിലെ പരിപാടിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചത് വിവാദമാക്കുന്നതിനെതിരെ നട്ടാശ്ശേരി വേമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി. നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ക്ഷേത്ര കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവന. ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായാണ് ജീവിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള വിവാദം ഇളക്കിവിട്ട് നിലവിലെ അവസ്ഥയെ തകർക്കരുതെന്നും ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. തമിഴ് നടനും സംവിധായകനുമായ പാർത്ഥിബന് ജാതിമതരഹിത സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഏപ്രിൽ 29 മുൻപായി സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി നിർദ്ദേശം. ചെന്നൈയിലെ ഷോലിംഗനല്ലൂർ തഹസിൽദാറിന് ജസ്റ്റിസ് M ദണ്ഡപാണി അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ആദായ നികുതി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മകളെ കൊലപ്പെടുത്തി. മൊബൈൽ ചാർജിംഗ് കേബിൾ കഴുത്തിൽ മുറുക്കിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 22-കാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയോ എന്നും സംശയമുണ്ട്. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ അമർ കോളനിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന മുൻ ജീവനക്കാരനാണ് കുറ്റകൃത്യം ചെയ്തതെന്നാണ് നിഗമനം. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.